ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പാഴ്സലും മേടിച്ചിട്ടാ പോകും. നീ ഒന്ന് കൂടെ വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ അതിനിപ്പോൾ എന്താ 11:30 ഉള്ളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അതൊക്കെ സമാധാനത്തിലിരുന്ന് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ റെഡിയായിട്ട് പോവുണ്ടായിരുന്നത്. വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെ നടക്കുകയാണ് ഗൈസ്. സൺഡേ ആയതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ സമാധാനത്തിലിരിക്കുമ്പോഴാണ് ആലപ്പുഴക്കാരിയായ ദിയയുടെ ഫോൺ കോൾ. എടി നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താ കാര്യം പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. അവൾ ഹോസ്റ്റലിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ അവൾക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് കുറേ സാധനം വാങ്ങാനുണ്ട്. നീ ഒന്ന് കൂടെ വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് റെഡിയായിട്ട് തട്ടിക്കൂട്ടായിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാവും. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ നടക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് വീട്ടിലെ ചേട്ടനെ കാണുന്നത്. അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടി പെട്ടെന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് ചെന്നു. ബസ്സിൽ കയറിയപ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ. ഭയങ്കര റെയറാണ് ഇങ്ങനെ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ നല്ല പാട്ടുകളൊക്കെ വരുന്നത്. അങ്ങനെ ആ പാട്ടിൽ ഇങ്ങനെ ലയിച്ച് ഇവിടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ നോക്കി സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്തെ ചേച്ചിയുടെ സംസാരം കേൾക്കുന്നത്. ഇങ്ങനെ വേണം പ്രതികരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ റീസൺ അല്ലേ എനിക്കില്ലേ തൃശ്ശൂരിൽ നിന്ന് ഗോവിന്ദപുരം ടു തൃശ്ശൂരുള്ള ബസ്സിനൊരു നല്ലൊരു അനുഭവം ഉണ്ടായി. എന്താ വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു ഇതാണല്ലോ. നമ്മൾ ബസ്സിൽ കയറിയാൽ അവർ നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാനും മടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കുറേ നാൾ. പക്ഷേ ഇന്ന് ഞാൻ ചോദിച്ചു. ഞാൻ കാമർശള്ളിയിൽ നിന്ന് എലവഞ്ചേരി എഴുത്തച്ഛൻ കോളേജിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കില്ല പൊതുവെ. പക്ഷെ ഇന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തു. എനിക്ക് പൈസയും കിട്ടി. അതിലെനിക്കൊരു ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്തുള്ള ചേച്ചി ഇങ്ങനെ വേണം പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇതൊക്കെ തന്നപ്പോൾ എനിക്ക് അതിനേക്കാളും സന്തോഷമായി. കോളേജിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് ബസ്സിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബസ് ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അവൾ അവിടെ സ്റ്റോപ്പിലും ഉണ്ടായിരുന്നില്ല. അവളുടെ ചെറിയൊരു അശ്രദ്ധ മൂലം അവളുടെ ബസ് മിസ്സാവുകയും ഞാൻ പാതി വഴിയിൽ ഇറങ്ങേണ്ടി വരികയും ചെയ്തു. വിത്തനാശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ബസ് നിർത്തിയത്. എന്നിട്ട് എൻ്റെ അടുത്ത് ബസ് കണ്ടക്ടർ ചോദിച്ചു ഇങ്ങനെ എന്താ കുട്ടി സ്ഥലം അറിയില്ലെങ്കിൽ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ അവിടെ നിന്ന് 10 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ എനിക്ക് പൈസ തരാനിരുന്നു. അപ്പം എനിക്ക് പക്കായാലും എന്തായാലും അവൾ ആ ബസ്സിൽ കയറിയിരിക്കും എന്നായിരുന്നു എൻ്റെ വിചാരം. അതായിരുന്നു അവിടെ തെറ്റിയത്. ഫൈനലി കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ നെന്മാറ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇതാ പച്ചക്കറിക്കട സൂപ്പർ മാർക്കറ്റിലോട്ടെന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് തേടി നടക്കുക. ഇവിടെ എവിടെയും കാണാനും ഇല്ല. ജ്വല്ലറി മാത്രമാണ്. ജ്വല്ലറി വേറെ നമുക്ക് എടുക്കണോ? സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം സൂപ്പർ മാർക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് എവിടെയാണ് എന്താണെന്നൊക്കെ. പിന്നെ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഗ്ലോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നെന്മാറ വരെ പോകുന്നത്. കാര്യമായിട്ടും വല്ല ഐഡിയ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് അവൾ എന്നെ കൂട്ടിയത്. പക്ഷെ എനിക്കും സെയിം അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ വീട്ടിലും അമ്മയും അനിയനും ഒക്കെയാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചു കൊണ്ടുവരിക. അപ്പോൾ എനിക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ച് ഞങ്ങൾ ഫൈനലി സൂപ്പർ മാർക്കറ്റ് കണ്ടു. കുറച്ചൊന്ന് അലയേണ്ട വന്നെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഫൈനലി കണ്ടുപിടിച്ചു. നെന്മാറയിലുള്ള ഫ്രഷ് ആൻഡ് മോർ സൂപ്പർ മാർക്കറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പോയ ഉടനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കസ്റ്റമർ സർവീസും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ പോയ ഉടനെ എന്താ ഏതാന്നൊന്നും അറിയാതെ ഇങ്ങനെ പതറി നിൽക്കുന്ന ദിയനെയാണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ആളവിടെ പോയിട്ട് ആകെ എന്താ ഏതാന്നൊന്നും അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുമായിരുന്നു. അത്യാവശ്യം ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ
ആകെ ഒന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടുത്തെ ചേച്ചിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ആൾക്കും കറക്റ്റായിട്ട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയാതെ അവിടെ നിന്ന് പതറുന്നതൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആളെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ആളുടെ നിലപാടിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. അമൂൽ ബേബി അതെ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒന്ന് മോർണിംഗ് ബ്രെഡിൻ്റെ കൂടെ ചുടുവെള്ളത്തിൽ പാൽപ്പൊടി മിക്സ് ചെയ്ത് കഴിച്ചിരിക്കുക. ട്രോളിക്കൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. കുറച്ച് ലാഗാന്നറിയാം, എന്നാലും നിങ്ങൾ സമാധാനത്തോടെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ട് എന്താ കാണണ്ട്. ആന കരിമ്പും തോട്ടത്തിൽ പോയ അവസ്ഥയായിരുന്നു അവിടെ. തീക്ക് എന്താ എടുക്കുക ഏതാ എടുക്കാന്ന് ഒന്നും അറിയാതെ ഇങ്ങനെ പോട്ട് കാര്യമായിട്ടൊരു ഐഡിയ ഇല്ലാതെയായിരുന്നു ആളിങ്ങോട്ട് വന്നത്. അത് എന്നെ കൂട്ടിയിട്ട് ഒരെണ്ണം മതിയോ? ഇത് മതിയോ? മതിയോ? ഞാൻ തുഞ്ചൻ കോളേജിൽ പഠിക്കുകയാണ്. ഈ ഇടിയപ്പത്തിൻ്റെ പൊടി തരട്ടെ? കൊണ്ടുപോകും. ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനേക്കാൾ എളുപ്പം മാഗിയാ. എടാ അതിനേക്കാൾ എളുപ്പം മാഗി. അച്ചാർ വേണോ? ചിക്കൻ മസാലപ്പൊടി വേണോ? കൊച്ചേ സാമ്പാർ പൊടി എടുത്ത് വെറുതെ കഷ്ണം പരിപ്പ് വേവിച്ചിട്ട് കുറച്ച് കഷ്ണം ഇട്ടിട്ട് ഇതാക്കാലോ. ഓരോ കഷ്ണം റൂമില് അല്ല, ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ആള് നാട്ടിൽ പോയി രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ആലപ്പുഴ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് അതിശയം. സോ ഹോസ്റ്റലിൽ എങ്ങനെയാണ്, ആൻഡ് ഞാൻ എങ്ങനെ അവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്നും അറിയാതെ ആ ചേച്ചിക്ക് ഒരു സമാധാനം ഇല്ല. സോ ചേച്ചി എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ അവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ അങ്ങിരുന്ന് പോയി. എനിക്കിത് മേടിച്ചു തരൂ, വാങ്ങിത്തരൂ. മൈൻഡില്ല ഗൈസ്, ചമ്മിപ്പോയി. വീണ്ടും ചമ്മിപ്പോയി ഗൈസ്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ഇങ്ങനെ ഇവളുടെ കാര്യങ്ങളൊന്നും ചേച്ചിക്ക് അറിഞ്ഞിട്ടും മതിയാവുന്നില്ല ഗൈസ് ഇങ്ങനെ. ആൻഡ് ഓരോരോ ആവശ്യങ്ങൾക്കും എനിക്ക് അത് വേണോ ഇത് വേണോ, ഒരു നമ്മുടെ വീട്ടിലൊരു കുട്ടിയെ പോലെ ആയിരുന്നു അവൾ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഞാനും പിന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് സെക്ഷനിലോട്ട് പോകാം. അവിടെ ഇവിടെയും തട്ട് മുട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നേരെ ബിൽഡിംഗ് സെക്ഷനിലോട്ട് പോകുന്നത്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഊട്ടുപുരയിലോട്ടാണ് ഫുഡ് കഴിക്കാൻ അല്ലേ. ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. കൂട്ടുകാരെ എത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാണാം. നല്ല കിടില ഫുഡാണ് ഊട്ടുവരയിലെ. ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് വന്നിട്ട് എനിക്ക് ഇവിടെ വന്ന ശേഷം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഊട്ടുവരയിലെ ഫുഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. വൈറ്റ് ബിരിയാണി ആയിരിക്കും അവിടെ. എനിക്ക് ഞാൻ വൈറ്റ് ബിരിയാണിയാണ് കഴിച്ച് ശീലിച്ചത്. സോ അതുകൊണ്ട് എനിക്ക് നമ്മുടെ പാലക്കാടുകാരൻ്റെ റാവുത്തർ ബിരിയാണിയാണ് എനിക്കിഷ്ടം. നമ്മൾ അത് ശീലിച്ചുകൊണ്ടാവും നമുക്ക് അതിഷ്ടം കൂടുതൽ. ഇത് റാവുത്തർ അല്ലേ? റാവുത്തർ ഞങ്ങളുടെ ഇവിടെ ഉള്ള ചെടിൻ്റെ പേര് റാവുത്തർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഊട്ടുപുരി പോയിട്ട് കാണാം. ഊട്ടുവര ഇതാണ്. ആണോ? കാര്യമായിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾക്കൊരു കൂട്ടിന് വേണ്ടി നമ്മൾ നേരെ ഊട്ടുപുരയിലോട്ടായിരുന്നു പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. പോകുമ്പോൾ തന്നെ ഉഗ്രനാണ് ഊട്ടുപുര. നമ്മുടെ എന്താ പറയുക, എക്കോ ഫ്രണ്ട്ലി അല്ലേ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ്. എൻട്രൻസിൽ തന്നെ ഇതാണ്. അവിടെ പോയപ്പോൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു.
എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എൻ്റെ ഫേവറേറ്റ് ഹോട്ടലിൽ വന്ന സന്തോഷം. ഞാൻ എപ്പോഴും ഡെലിവറി അങ്ങനെ ചെയ്യാം. ഓക്കെ. അങ്ങനെ ഹോസ്റ്റലിലേക്ക് വരുന്ന ഞാൻ രണ്ടാമത്തെ വട്ടം ഡെലിവറി ചെയ്യാൻ വേണ്ടി ചേട്ടൻ ചെയ്യും. ദിവ്യ എന്നുള്ള പേര്. ഞങ്ങൾ എൻ്റെ പേര് അങ്ങനെ വരത്തില്ല. ഞങ്ങൾ അവിടെ ബില്ലിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എൻ്റെ പേര് എപ്പോഴും അങ്ങനെ കാണുന്നു. ഞാൻ കഴിച്ചു തുടങ്ങി കേസ്. ഇവിടെ ഒരാൾക്ക് എൻ്റെ വാ നോക്കി. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാറായി കേസ്. ഞാൻ പോണ്ടെന്നിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത അവസാനം ദിയുടെ ഫുഡും വന്നു കേസ്. അവൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. ഞാൻ അത്യാവശ്യം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര മോശമല്ല, അടിപൊളിയായിരുന്നു. നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേസ്. നമ്മൾ പാഴ്സലും മേടിച്ചിട്ടാ പോകുന്നത്. ഞാൻ അവിടുന്ന് ടിഷ്യൂ അടിച്ചു. ജീപ്പുള്ള പച്ചക്കറിക്കട. അപ്പോൾ നമ്മൾ ഊട്ടൂരിൽ നിന്ന് നേരെ പോകുന്നത് പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചക്കറിക്കട അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് കേസ്. അതിനിടയ്ക്കാണ് ട്വിസ്റ്റ്, നിങ്ങൾ കാണണം. നെന്മാറ സ്റ്റാൻഡ് ഇറങ്ങി നടക്കുന്ന സമയത്തായിരുന്നു ഈ ഷോപ്പ് കാണുന്നത്. ഈ ഞാൻ എന്ന് പറയാൻ റീസൺ ഉണ്ട്. ആ സമയത്ത് ഞാൻ അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോൾ ഇവളുണ്ട്, ഇല്ലടാ നമ്മൾ വന്നത് എന്തിനാണ്, ആ കാര്യം നമ്മൾ നോക്കണം, നമ്മൾ അങ്ങനെയെല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിലും മാത്രം കയറാമെന്ന്. എന്നിട്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി. ഇനി നീ പറഞ്ഞ കട എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ കടയിൽ കയറിയിട്ട് ഇവളുടെ സാധനം മാത്രം, ഇവൾ കുറേ സാധനം മേടിച്ചു. ഈ പറഞ്ഞ് ഞാൻ ഒന്നും മേടിച്ചില്ല. ലാസ്റ്റ് ഞാനൊരു പൊട്ടും നെയിൽ പോളിഷ് റിമൂവറും മാത്രം വാങ്ങിയിട്ട് വന്നു കേസ്. ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോയി എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കുക്കിങ്ങിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. വേറെ ഞാൻ കുറേ കുടുങ്ങി. കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെ ചെയ്യണം. അതൊക്കെ നിങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയച്ഛനും അമ്മയച്ഛനായാലും പോയി അമ്മയച്ഛനും കൂടി രണ്ടുപേരും കൂടി പോയി സാധനങ്ങൾ വാങ്ങാം. ഞാനങ്ങനെ കുറേ അപ്പോൾ ഇന്ന് ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചു. ഞാൻ നന്ദനെ നീ വാ, നന്ദനേനെ ഇട്ട് ഞാൻ കറക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2 ചേച്ചിമാർ വന്നിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ഞാൻ ഒന്നും കൂടെ ടെൻഷനാകുമായിരുന്നു അവരും കൂടി വന്നപ്പോൾ. കാരണം ഞാൻ മണ്ടത്തരം ചെയ്യുമ്പോൾ അവരും കൂടെ കണ്ടുകൊണ്ടിരിക്കേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ലാണ്ട് ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. എൻ്റെ കൂടെ അവള് നല്ല വൈബാണ്, തെറ്റാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ ഇവിടെ കൊണ്ടുപോവുകയേ ചെയ്യരുത്. കാരണം ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റില്ല. ഈ സാധനം നുള്ളി ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. പോരെ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളൊന്ന് ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാൻഡിലോട്ട് വന്നു. സ്റ്റാൻഡിലോട്ട് വന്നപ്പോൾ ഫുള്ള് വിപ്ലവ നമ്മൾ വന്ന മാതിരിയായിരുന്നില്ല. ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിയാൻ ടൈമായി. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കും ഇവള് നേരെ ഇവളുടെ വീട്ടിലേക്കും. ഇവളുടെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല ഇവള് വരുന്ന കാര്യം. അമ്മ അവിടെ കിടന്നിട്ട് നന്ദന എവിടെ ഞാൻ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കഴിച്ചു. വൈൻഡപ്പല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പായി. ഞാനാണിന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.